എമ്പുരാൻ സിനിമയ്ക്കെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. അതിൽ സീറോ മലബാർ സഭയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ്. സിനിമയുടെ പ്രമേയം സഭയുടെ വിശ്വാസങ്ങൾക്കെതിരെന്നും മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്നു എന്നുമാണ് വിമർശനം. മതചിഹ്നങ്ങളെ അവഹേളിക്കുന്നത് നല്ല പ്രവണതയല്ല, ഇത് ബോധപൂർവമാണെങ്കിൽ അംഗീകരിക്കാനാകില്ല. സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉത്തരം പറയണമെന്നും ഫാദർ ആന്റണി വടക്കേക്കര റിപ്പോർട്ടറിനോട് പറഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതമായ ദശലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ക്രൈസ്തവ കത്തോലിക്ക മതത്തെയും മതത്തിൻ്റെ ചിഹ്നങ്ങളെയും മതവിശ്വാസത്തെയും ഇപ്രകാരം അവഹേളിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ബോധപൂർവമാണ് നിർമ്മിക്കുന്നത് എങ്കിൽ അതിനെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ലേബി സജീന്ദ്രനുടെ വിശദാംശങ്ങളുമായി. ലേബി, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് സീറോ മലബാർ സഭയുടെ പ്രതിഷേധത്തിന് ഇരയായിരിക്കുന്ന ചില മതചിഹ്നങ്ങൾ ഉപയോഗിച്ചതാണ്. ആ ഭാഗങ്ങൾ ഏതായാലും നീക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കൃത്യമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ സഭയ്ക്കുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടതല്ലേ? തീർച്ചയായും വിനീത, കടുത്ത വിമർശനം തന്നെയാണ് സീറോ മലബാർ സഭ എമ്പുരാനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എമ്പുരാനിൽ കത്തോലിക്ക സഭയെ മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തെ ആകമാനം അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രമേയമാണ് ഇതിൻ്റെ പ്രമേയം ആ രീതിയിലുള്ളതാണ്. അത് മാത്രമല്ല മതചിഹ്നങ്ങളെയും മതത്തിൻ്റെ പല അടയാളങ്ങളെയും ഇകഴ്ത്തുന്ന രീതിയിലാണ് സിനിമയുടെ പല ഭാഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് ബോധപൂർവമാണെങ്കിൽ അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സഭയ്ക്ക് ആകുന്ന കാര്യമല്ല. അതുമാത്രമല്ല, മോഹൻലാലിനെതിരെയും പറഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഖേദപ്രകടനം നടത്തി രംഗത്ത് വന്നപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ വികാരത്തെ അദ്ദേഹം കാണാതെ പോയി. മോഹൻലാൽ ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ എന്നും സിറോ മലബാർ സഭ PRO ഫാദർ ആന്റണി വടക്കേക്കര പറയുന്നു. മാത്രമല്ല, ഇല്ലുമിനാറ്റി അതുപോലെ തന്നെ ചാത്താൻ സേവാ കേന്ദ്രങ്ങൾ പോലുള്ള സംഘങ്ങൾ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് പണം മുടക്കുന്നു എന്ന രീതിയിൽ പ്രചരിക്കുന്ന ആരോപണങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കാനാകില്ല എന്നും സഭ കുറ്റപ്പെടുത്തുന്നു. ഏതായാലും എമ്പുരാനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിറോ മലബാർ സഭ രംഗത്ത് വന്നിരിക്കുന്നത്. വിനീത, ശരി, ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.